ഇനി ജനറൽ ബിപിൻ റാവത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തുക, സൈന്യം പുതിയൊരു സംവിധാനത്തിലേക്ക് പോയപ്പോൾ അതിനെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി, ഏറ്റവും വിശ്വാസത്തോടെ സർക്കാർ അതിനെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി, സൈന്യത്തെ വലിയ രീതിയിലുള്ള പരിഷ്കരണ നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തി എന്നൊക്കെ നിലയിലായിരിക്കും. അത്രയേറെ പാരമ്പര്യമുള്ള ശക്തമായൊരു സൈനിക പാരമ്പര്യത്തോടെ വന്നൊരു ഒരു മേധാവി, അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള വിയോഗം സൈന്യത്തെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം വലിയ നഷ്ടമാണ്? പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ സർവ മേധാവി, സൈന്യത്തിന്റെ മേധാവിയായിട്ട് ആദ്യം ചുമതലയേറ്റ ആൾ അദ്ദേഹമാണ്. അത് തന്നെ ഒരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു, ഗവൺമെന്റ് ഡിസിഷൻ ആയിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം 3 സർവീസസും ആർമി, നേവി, എയർഫോഴ്സ് ഒരുമിച്ച് അല്ലെങ്കിലും സഹകരിക്കുമായിരുന്നു. പക്ഷെ ഒരുമിച്ച് പല പ്ലാനുകളും ചെയ്ത് പല സ്ട്രാറ്റജിയും ടാക്ടിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ഒരുമിച്ച് നടത്തി തുടങ്ങിയ സമയമാണ്. അദ്ദേഹം വന്നതിന് ശേഷം വന്നിട്ട് 2 വർഷം ആകുന്നു. അദ്ദേഹത്തിന് ഇനി 1 വർഷത്തിൽ കൂടുതൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യത്തിന് തന്നെ വളരെ നഷ്ടമാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങൾക്കും പൂർത്തിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് രാജ്യത്തിന് വളരെ നഷ്ടമാണ്. അതിൽ വളരെ ഖേദം ഞങ്ങൾ എല്ലാവരും പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത്, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് സൈന്യം ഏറ്റവും ശക്തമായിരിക്കേണ്ട ഒരു സമയമാണ്. പലതരത്തിലുള്ള ഭീഷണികൾ നമ്മൾ നേരിടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു സംയുക്ത സേന എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നു. അത് ഏറെ നാളായി വലിയ രീതിയിലുള്ള ഒരു ആവശ്യമായിരുന്നു. അതിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൈനിക ജീവിതം എടുത്തു നോക്കിയാൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന അതേ ഇടത്ത് തന്നെ ജോലി തുടങ്ങി സൈന്യവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം, അത് പഠനത്തിലായാലും പ്രവർത്തനത്തിലായാലും ഒക്കെ കഴിവ് തെളിയിച്ച് ഈ ഒരു പദവിയിലെത്തിയ വ്യക്തിയാണ്. അങ്ങനെ ഒരു മേധാവി ഇന്ത്യൻ സൈന്യത്തിന് എത്രത്തോളം വലിയ അഭിമാനമായിരുന്നു? നമുക്ക് വലിയ അഭിമാനമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യത്തിന് തന്നെ വളരെ നഷ്ടമായി ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിരുന്നു, അതിന്റെ പ്ലാനിങ്ങിലായിരുന്നു. അതൊക്കെയാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സോ അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള വിയോഗം രാജ്യത്തിന് വളരെ നഷ്ടമാണ്. ഇനി ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് വന്നാൽ, താങ്കൾക്ക് ഒരുപാട് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഈ Mi-17 പറ്റി പൊതുവെ ഏറ്റവും വിശ്വസ്തമായ ഒരു വാഹനം എന്നാണ് കരുതാറ്. അതുകൊണ്ട് തന്നെയാണല്ലോ സൈനിക മേധാവിയായാലും പ്രധാനമന്ത്രി ആയാലും ഒക്കെ ഇത്തരം യാത്രകൾക്ക് ഈ Mi-17 പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ മൂടൽ മഞ്ഞ്, ഇതൊക്കെ Mi-17 പോലൊരു ഹെലികോപ്റ്ററിനെ ബാധിക്കാൻ ഇടയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഈ വെതർ ഫിനോമിന എല്ലാ എയർക്രാഫ്റ്റിനെയും ബാധിക്കും. ഹെലികോപ്റ്റർ മാത്രമല്ല, ഈ വലിയ ഹെലികോപ്റ്ററിലെ ചെറിയ ഹെലികോപ്റ്റർ ആയിരുന്നാലും ഒരുപോലെ ബാധിക്കും. അതുപോലെ തന്നെ മറ്റ് ഫ്ലൈറ്റ്സിനെയും ഇങ്ങനെ കാലാവസ്ഥ വളരെയധികം ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഈ ഹില്ലി ഏരിയയിൽ ഫ്ലൈ ചെയ്യുമ്പോൾ അപ്പോ ഗ്രൗണ്ട് കോണ്ടാക്റ്റുമായിട്ട്, അതായത് വിഷ്വൽ കോണ്ടാക്ട് വിത്ത് ഗ്രൗണ്ട് ആണ് ഫ്ലൈ ചെയ്യണം എന്നൊരു അങ്ങനെ അതേ പറ്റുള്ളൂ. കാരണം വെതർ റഡാർ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വെതർ റഡാർ വെച്ച് നമ്മുടെ വെതറും അതുപോലെ ഗ്രൗണ്ട് ഫീച്ചേഴ്സും ഒരുപോലെയാണ് കാണുന്നത്. ഫ്രണ്ടിൽ ഒരു വെതർ, ഒരു ക്യുമുലോ നിംബസ് അങ്ങനെ ഒരു വെതർ ഉണ്ട്, ഒരു ക്ലൗഡ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലൊരു മലയുണ്ടെങ്കിൽ രണ്ടും ഒന്നുപോലെ കാണും. അങ്ങനെ വെതർ റഡാറിന് അങ്ങനെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ ഒരു 10-20 മൈൽ നോട്ടിക്കൽ മൈൽസ് ബാഡ് വെതർ ആണെങ്കിൽ ഹെലികോപ്റ്റർ എയർക്രാഫ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ 20 കിലോമീറ്റർ 20 മൈല് ബാഡ് വെതർ ആണെന്ന് കാണാൻ പറ്റും. പക്ഷെ അതിനുശേഷം ക്ലിയർ ആണെന്നാണ് കാണുന്നത്. അത് വെതർ റഡാറിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ അത് വെതർ റഡാർ വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മള് സിഗ്നൽസ് അയക്കുന്നു, അതിന്റെ ഇക്കോ തിരിച്ചു വരുന്നു, അതനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇനി ഹില്ലി ടെറൈനില് വെതർ റഡാർ വെച്ചിട്ട് നമുക്ക് വെതറും ഹിൽസും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ആ ഇൻഡിക്കേഷൻ ഒരുപോലെ തന്നെ വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ഈ ഹെലികോപ്റ്ററിന് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്, എല്ലാ ഏവിയോണിക്സും ഉണ്ട്. പക്ഷെ എന്നാലും
നമ്മളൊരു ഹെലിപാഡിൽ പോകുമ്പോൾ, ഹെലിപാഡ് ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വിഷ്വൽ കോൺടാക്ട് വിത്ത് ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ട് കണ്ടു തന്നെ പോകാൻ പറ്റുള്ളൂ, അപ്രോച്ചും അതെല്ലാം. ഒരു റൺവേയിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ യെസ് വി ക്യാൻ യൂസ് ദി ILS, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം, മറ്റ് സിസ്റ്റംസ് ഉള്ളതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വരാൻ പറ്റും. പക്ഷെ ഒരു ഹെലിപാഡ് ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പരിമിതികളുണ്ട്. ഇതിപ്പോൾ ഈ ഹെലിപാഡിലേക്ക് കടക്കുന്നതിന് ഒരു 10 കിലോമീറ്റർ മുൻപാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്. രാവിലെ ചെല്ലുന്ന സമയത്ത് കനത്ത മൂടൽമഞ്ഞ്, വഴി കാണാൻ വയ്യ. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വളരെ തെളിഞ്ഞ കാലാവസ്ഥ. ഒരു പക്ഷേ ആ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കാം ഈ മാർഗം തിരഞ്ഞെടുക്കാനും ഈ തരത്തിൽ ഹെലികോപ്റ്റർ മാർഗം പോകാമെന്നും തീരുമാനിക്കാനൊക്കെ ഉണ്ടായ ഒരു കാരണം. ഈ 10 കിലോമീറ്റർ അകലം എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു ദൂരമാണല്ലോ. അത്രയ്ക്ക് അടുത്ത് വെച്ച് അങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള സാഹചര്യം എന്തായിരിക്കും? ഈ കാഴ്ച തടസ്സപ്പെട്ടത് തന്നെയായിരിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇത്രയും ദൂരത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനുള്ള കാരണം? അല്ല, 10 കിലോമീറ്ററിൽ തന്നെ വെതറിന് വളരെ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. അതായത് കുണൂർ ഹെലിപാഡ് ക്ലിയർ ആയിരുന്നിരിക്കാം, പക്ഷേ ഈ 10 കിലോമീറ്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അത് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഏതായാലും എന്ത് പറ്റി എന്നുള്ളത് നമുക്കിപ്പോ അങ്ങനെ ഊഹിച്ചെടുക്കാൻ ഉള്ള ഒരു സാധ്യതയില്ല, അത് ശരിയുമല്ല. അപ്പോ ഏതായാലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു ആക്സിഡന്റ് ആണ് നടന്നത്. ഒരു ആക്സിഡന്റ് നടന്നു, അത് എങ്ങനെ നടന്നു എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കുന്നതിന് പകരം ലെറ്റ് ദി കോർട്ട് ഓഫ് എൻക്വയറി ടീം അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ അനുമാനത്തിൽ എത്തട്ടെ, അതായിരിക്കും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം താങ്കൾക്ക് ഈ മേഖല നല്ല പരിചയമുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ആ മേഖല അങ്ങനെ ഫ്ലൈ ചെയ്യാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണോ? 2 മലകൾ, അതിനിടയിൽ മരങ്ങൾ, തേയിലത്തോട്ടം, അങ്ങനെയൊക്കെയാണല്ലോ എപ്പോഴും മൂടിക്കിടക്കുന്ന കാലാവസ്ഥ. ഈ ഏരിയയെ കുറിച്ചൊന്ന് പറയാമോ? പറഞ്ഞത് വളരെ ശരിയാണ്. ഏരിയ അങ്ങനെയുള്ള ഏരിയ ആണ്. അത് കാലാവസ്ഥ മിനിറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഏരിയയുമാണ്. ചിലപ്പോ മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ക്ലൗഡ്സ് തന്നെ ഒരു മലയെ മുഴുവൻ കവർ ചെയ്തിരിക്കും. അങ്ങനെ സമയത്ത് ഹെലികോപ്റ്റർ ഫ്ലൈങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് അവോയ്ഡ് ചെയ്താണ് പൈലറ്റ്സ് പോകുന്നത്. ഒരിക്കലും ഒരു മലയുടെ മുകളിൽ ആരും ക്ലൗഡിൽ എൻ്റർ ചെയ്യാറില്ല. എൻ്റർ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്, അങ്ങനെ ആരും ചെയ്യാറില്ല. അതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ശരി, എന്തായാലും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന നിഗമനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ തോന്നലിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ശാസ്ത്രീയമായി പരിശോധനയാണ് വേണ്ടത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന തരത്തിലുള്ള കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അവിടെ വ്യോമസേനയുടെ പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ വ്യോമസേന മേധാവി PR ചൗധരി ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. ആ പരിശോധനയിൽ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ അതൊരു വലിയ ദുഃഖമാണ്. ആ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. വളരെ നന്ദി സർ, ഞങ്ങളോടൊപ്പം ഇത്ര വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയതിന്. താങ്ക് യു.